ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസറായി രംഗത്ത് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കള്ളത്തരങ്ങൾ ഒന്നൊന്നായി പുറത്തുവരികയാണ്. ശ്രീകോവിലിന്റെ വാതിൽ നിർമ്മാണത്തിൽ ഇടപെടുകയും നിർമ്മാണം ബംഗളൂരുവിലേക്ക് മാറ്റാൻ പോറ്റി നിർബന്ധിക്കുകയും ചെയ്തുവെന്നാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. അത് ബാംഗ്ലൂര് ശ്രീരാമപുരം അവിടെ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ അവിടെ വെച്ച് ചെയ്യാവുന്ന വർക്കുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോറിൻ്റെ കൃത്യ അളവെടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചെയ്ത് കൊണ്ടുപോകാവുന്ന സംഭവമുള്ളൂ അതൊക്കെ. അപ്പോൾ അവിടെ വെച്ച് ചെയ്യണമെന്ന് ആൾ നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച ഞങ്ങൾ എന്നിട്ട് അവിടെ വർക്ക് ചെയ്യാനുണ്ടായി. ശബരിമല ശ്രീകോവിലിലെ വാതിൽ ഇളക്കാൻ പോയ സമയത്ത് ദേവസ്വത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും പോലീസും ഒപ്പം ഉണ്ടായിരുന്നു. വാതിലിൽ നിന്ന് കോൽപൂട്ട് മാത്രമാണ് താൻ എടുത്തതെന്നും ബാക്കി സ്വർണ്ണപ്പാളി എന്തു ചെയ്തെന്ന് തനിക്കറിയില്ല എന്നും എളവള്ളി നന്ദൻ വ്യക്തമാക്കുന്നു. ലോക്ക് മാത്രമാണ് പഴയ ഡോർമെന്ന് ഇതുവഴിക്ക് ഊരി വെച്ചത് പുതിയ ഡോർമിലേക്ക്. അത് പ്രത്യേകതയുള്ള ഒരു ലോക്കാണെന്ന് തന്ത്രിയാന്ന് പറയണ്ടായി. അത് കോൽപൂട്ടാണ്, അതിന് പ്രത്യേകത ഉണ്ട്. ആ രണ്ട് ലോക്കും ഈ പുതിയ വാതിൽമേലേക്ക് വെച്ചു. പഴയ വാതിലിൻ്റെ രണ്ട് ലോക്കും പുതിയ വാതിൽമേലേക്ക് വെച്ചു. ബാക്കി പഴയ വാതിൽ ഒന്നും ഇതിലേക്ക് എടുത്തിട്ടില്ല. ശബരിമലയിലെ വാതിൽപ്പാളി മാറ്റം വിവാദമായതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിളിച്ചുവെന്നും ശില്പി പറഞ്ഞു. നന്ദകുമാരെ, ഞാൻ വിളിച്ചതിൽ അസ്വാഭാവികത ഒന്നുമില്ല, നിങ്ങൾ അതിൽ മുള്ളാണി അടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, തിരുമേനി എന്നെ വിളിച്ച കാര്യം എനിക്ക് അവരോട് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ആൾ കട്ട് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.